സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമല ഗോവിന്ദ് എഴുതിയ നോവൽ പൊൻചിരാത്. ബാങ്കിൽ നിന്ന് വന്ന നോട്ടീസാണ്. അച്യുതൻകുട്ടിക്കത് മനസ്സിലായി. അയാളെ കണ്ടതോടെ മണിയമ്മയ്ക്ക് കൂടുതൽ ആധിയായി. അവർ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു. ഇത് കണ്ടോ, ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നത്, അതും രജിസ്റ്റേർഡ് ആയിട്ടാ. മണിയമ്മ അവലാതിപ്പെട്ടു. നോട്ടീസ് അയക്കരുതെന്ന് ബാങ്കിൽ ചെന്ന് അച്ചുവേട്ടൻ പറഞ്ഞിട്ടുണ്ടെന്നും നോട്ടീസ് വരത്തില്ലെന്നും ഒക്കെ പറഞ്ഞിട്ടോ. ഇപ്പോൾ എന്തായി? അച്യുതൻകുട്ടി സ്കൂട്ടറിൽ നിന്ന് മെല്ലെ ഇറങ്ങി. മീനും മറ്റും അടങ്ങിയ സഞ്ചി അയാൾ നിശബ്ദമായി മണിയമ്മയെ ഏൽപ്പിച്ചു. പ്രിയയുടെ കയ്യിലായിരുന്നു നോട്ടീസ്. അവളാകെ എരിയുന്ന മട്ടിലാണ് നിൽപ്പ്. എന്തു പറയും എന്ന് ആലോചിക്കുകയായിരുന്നു അയാൾ. അതിനിടയിൽ സിറ്റൗട്ടിലേക്ക് കയറി. ദേ, അച്ഛൻ്റെ പേർക്ക് നോട്ടീസ്. കയ്യിലിരുന്ന പേപ്പർ നീട്ടിക്കൊണ്ട് അടക്കിയ ക്ഷോഭത്തോടെ പ്രിയ പറഞ്ഞു. അച്യുതൻകുട്ടി കൈ നീട്ടി അത് വാങ്ങി. 7 ലക്ഷം രൂപ എടുത്തെന്നോ? അവൾ പറഞ്ഞു. ആ. അയാൾ സ്വരം ലാഘവപ്പെടുത്താൻ ശ്രമിച്ചു. എന്തിനായിരുന്നച്ച 7 ലക്ഷം രൂപ? അവൾ ചോദിച്ചു. ആവശ്യം വന്നു, കുറേ കടം വീട്ടാനുണ്ടായിരുന്നു, എടുത്തു. അതിനിപ്പോൾ എന്താ? അച്യുതൻകുട്ടി അല്പം ഗൗരവത്തിൽ ചോദിച്ചു. എന്നിട്ട് അവളുടെ വായടയ്ക്കുന്ന വിധം അകത്തേക്ക് കയറിപ്പോയി. അതോടെ കയ്യിലിരുന്ന സഞ്ചിയുമായി മണിയമ്മയും അകത്തേക്ക് പോയി. പ്രിയ വേഗം മുറ്റത്തേക്കിറങ്ങി. അച്യുതൻകുട്ടിയും മണിയമ്മയും കേൾക്കാതെ അവൾ ദീപുവിനെ വിളിച്ചു. 7 ലക്ഷം രൂപയോ? വീടും സ്ഥലവും പണയം വെച്ചിട്ടോ? എന്നെടുത്തു? എന്തിനെടുത്തു? ദീപു അന്തം വിട്ടുപോയി. ആർക്കറിയാം? പ്രിയയ്ക്ക് ദേഷ്യം വന്നു. അറിയേണ്ടവർ നേരിട്ട് വന്ന് ചോദിക്ക്. അവൾ കോൾ കട്ടാക്കി. പ്രിയയ്ക്ക് ഉച്ചയ്ക്ക് ഉണ്ണാൻ പോലും കഴിഞ്ഞില്ല. മണിയമ്മയ്ക്കും ആധിയായി. പക്ഷേ അച്യുതൻകുട്ടി സുഖമായി ഊണ് കഴിച്ചു. ഉച്ച കഴിഞ്ഞ് സിറ്റൗട്ടിലെ ചാരുകസേരയിൽ കിടന്നയാൾ ഉറങ്ങുകയും ചെയ്തു. വൈകുന്നേരം വന്ന് മണിയമ്മയെ കണ്ടപ്പോഴേ പ്രഭയ്ക്ക് പന്തികേട് തോന്നി. എന്താ മണിയാൻ്റി, ഇവിടെ എന്തുണ്ടായി? അവൾ ചോദിച്ചു. മണിയമ്മ കാര്യം പറഞ്ഞു. പ്രഭ വല്ലാതെയായി. ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാ ഉള്ള പണം കൊണ്ടുപോയി ബാങ്കിലടയ്ക്കാൻ. അച്ഛൻ മാമ സമ്മതിച്ചില്ല. അവൾ സങ്കടപ്പെട്ടു. എൻ്റെ അച്ഛൻ കാരണം ഇവിടുത്തെ സമാധാനം പോയില്ലേ? ഞാനും പറഞ്ഞതാ മോളെ. മണിയമ്മ പറഞ്ഞു. അത്രയും അടച്ചാൽ അത്രയും തീർന്നില്ലേ? ബാക്കി ഉണ്ടാക്കിയാൽ മതിയല്ലോന്ന്. അച്ചുവേട്ടൻ അത് കേട്ടില്ല. പ്രിയയുടെ കയ്യിലോട്ടാ ഇത് കിട്ടിയത്. ജ്യോതിക്കിനി ഇത് മതി. ദീപു എന്ന് വരും. തീർന്നു കഥ. മണിയമ്മയുടെ വെപ്രാളവും പരവേശവും കണ്ടതോടെ പ്രഭയ്ക്കും ആദി ഇരട്ടിച്ചു. ദീപു വന്നപ്പോൾ രാത്രി 8:30 കഴിഞ്ഞു. വന്ന ഡ്രസ് മാറ്റി ഒരു കൈലി മുണ്ടും ധരിച്ച് ടീഷർട്ടും ഇട്ടുകൊണ്ടാണവൻ ഹാളിലേക്ക് വന്നത്. അച്യുതൻകുട്ടി ഒന്നും സംഭവിക്കാത്ത മട്ടിൽ TV പ്രോഗ്രാം കാണുകയാണ്. അച്ഛൻ എന്തിനാ ബാങ്കിൽ നിന്ന് പണമെടുത്തത്? പ്രിയ പറഞ്ഞു. കുടിശ്ശിക നോട്ടീസ് വന്നെന്ന്. ദീപു അയാളുടെ അടുത്തെത്തി നിന്ന് ചോദിച്ചു. അതും 7 ലക്ഷം രൂപ. അച്യുതൻകുട്ടി റിമോട്ടിൽ ഞെക്കി വോളിയം കുറച്ചു. എന്നിട്ട് ദീപുവിനെ തിരിഞ്ഞു നോക്കി. അത്രയും രൂപയുടെ ആവശ്യം വന്നു. അയാൾ സാധാരണ മട്ടിൽ പറഞ്ഞു. പകൽ മുഴുവൻ കൊണ്ട് ഒരു നല്ല തയ്യാറെടുപ്പ് നടത്തി കഴിഞ്ഞിരുന്നു അയാൾ. അച്ഛൻ എന്തായിരുന്നു അത്രയും രൂപയുടെ ആവശ്യം? ജ്യോതിയും എത്തി. ദീപു കൂടി വന്നിട്ട് ഒന്നിച്ച് ആക്രമിക്കാനായിരുന്നു അവളുടെ പ്ലാൻ. അയാൾ ജ്യോതിയെ നോക്കി. നിന്റെ വിവാഹം നടത്തിയ വകയിൽ കുറച്ച് കടമുണ്ടായിരുന്നു. അത് വീട്ടാനെടുത്തതാ. എന്താ? അച്യുതൻകുട്ടി ആ പറഞ്ഞത് കള്ളമാണെന്ന് ദീപുവിനറിയാം. അവളുടെ വിവാഹം നടത്തിയ വകയിൽ അത്രയും കടമില്ലല്ലോ. അവൻ പറഞ്ഞു. 7 ലക്ഷം രൂപ അച്ഛൻ എടുത്തത് ദേ ഇവളുടെ അച്ഛന് കൊടുക്കാനാ. ഹാളിൻ്റെ ഭിത്തിയിൽ ചാരി മണിയമ്മയ്ക്കൊപ്പം ആന്തലോടെ നിൽക്കുന്ന പ്രഭയെ ചൂണ്ടി പ്രിയ പറഞ്ഞു. ഇടിച്ചു ചുളുക്കി പോലീസ് സ്റ്റേഷനിൽ ഇട്ടിരിക്കുന്ന ആ കാറില്ലേ, അത് വാങ്ങാൻ. പ്രിയ പറഞ്ഞു. ദീപുവിനും ജ്യോതിക്കും ഒപ്പം അച്യുതൻകുട്ടിയും നടുങ്ങിപ്പോയി. ഇവൾ ഇതെങ്ങനെ അറിഞ്ഞു? അമ്മയും ഇവളും കൂടി അടക്കം പറയുന്നത് ഞാൻ കേട്ടതാ. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ ചെവിയും കുറിപ്പിച്ച് പ്രിയേച്ച് നിൽക്കുന്നത് കൊണ്ട് ഇന്നതിന് ഒരു ഉപകാരമുണ്ടായി. ജ്യോതി പറഞ്ഞു. ഇപ്പം ഞാൻ കേട്ടതും പറഞ്ഞതുമായോ കുറ്റം? പ്രിയയുടെ മുഖം കനത്തു. 7 ലക്ഷം രൂപയും പലിശയുമാണ് തിരിച്ചടയ്ക്കാനുള്ളത്. അതേക്കുറിച്ച് ചിന്തിക്കെല്ലാവരും. പ്രിയ ജ്യോതിയെ നോക്കി. അച്ഛൻ ഇതെന്താ അച്ഛാ ഈ ചെയ്തു വെച്ചത്? ദീപു ചോദിച്ചു. വീടും പറമ്പും പണയം വെക്കുമ്പോൾ ഒരു വാക്ക് എന്നോട് പറഞ്ഞോ? കാറ് വാങ്ങിയവനും കടം മേടിച്ചവനും ഒക്കെ ചത്തു തൊലഞ്ഞു. ഇനി ഇതാര് വീട്ടും? പ്രിയ ചോദിച്ചു. ഞാനിത്തിരി കാശ് ചോദിച്ചപ്പോൾ തരാൻ അച്ഛൻ്റെ കയ്യിലില്ല. ജ്യോതി ചീറി. കണ്ടവർക്ക് ചുമ്മാ കൊടുക്കാൻ കാശുണ്ടായി. അച്ഛൻ ഇത് തന്നെ വരണം. ഇനിയിപ്പോൾ ഇതാര് വീട്ടും? പറയേ. അച്യുതൻകുട്ടി മക്കളെ ഇരുവരെയും മാറി മാറി നോക്കി. ദീപേട്ടൻ എന്നെ കല്യാണം കഴിക്കുമ്പോൾ എൻ്റെ അമ്മയോട് അന്ന് അച്ഛൻ പറഞ്ഞതാ, ഈ വീടും പറമ്പും ഒക്കെ ഒറ്റ മകനായ ദീപേട്ടനുള്ളതാണെന്ന്.
പ്രിയ സങ്കടവും ക്ഷോഭവും ഒരുപോലെ തിങ്ങിയ സ്വരത്തിൽ പറഞ്ഞു. എന്നിട്ടിത് പണയം വെച്ചപ്പോൾ ഒരു വാക്ക് ദീപേട്ടനോട് ചോദിച്ചോ? പ്രിയയുടെ വാക്ക് കേട്ടപ്പോൾ ദീപുവിനും ചൂട് പിടിച്ചു. അച്ഛനിങ്ങനെ മിണ്ടാതിരുന്നാൽ എങ്ങനെയാ? അവൻ അരിശപ്പെട്ടു. അച്ഛനോട് ആര് പറഞ്ഞു ബാങ്കിൽ നിന്ന് കടമെടുത്ത് വേണുമാമയ്ക്ക് കൊടുക്കാൻ? നിന്റെ അമ്മ പറഞ്ഞു. അച്യുതൻകുട്ടി എഴുന്നേറ്റ് ദീപുവിൻ്റെ അടുത്ത് വന്നു നിന്നു. മണിയമ്മ നടുങ്ങിപ്പോയി. താനും കൂടി അന്ന് വേണുവിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ പറഞ്ഞതാണ്. പക്ഷേ മക്കൾക്ക് ഇനി ദേഷ്യം തന്നോടാവും. അവർ നിസ്സഹായതയോടെ അച്യുതൻകുട്ടിയെ നോക്കി. പ്രഭയും നോക്കി. അച്യുതൻകുട്ടി അവരെ രണ്ടാളെയും ശ്രദ്ധിച്ചില്ല. ദീപുവിനെ നേരിട്ടു. ആ, അമ്മ പറഞ്ഞോ? ദീപുവിൻ്റെ മുഖം കരുവാളിച്ചു. ദീപു മണിയമ്മയെ നോക്കി. പ്രിയയും ജ്യോതിയും നോക്കി. മൂവരുടെയും മുഖത്തെ വിദ്വേഷം അച്യുതൻകുട്ടി കണ്ടു. അങ്ങോട്ട് നോക്കണ്ട, അച്യുതൻകുട്ടി പറഞ്ഞു. അവൾ നിങ്ങളുടെ അമ്മയാ, എൻ്റെ ഭാര്യയുമാണ്. അവൾ പറഞ്ഞതുപോലെ ഇന്നോളം ഞാൻ ചെയ്തിട്ടുള്ളത്. മൂവരും അച്യുതൻകുട്ടിയെ നോക്കി. നിങ്ങളെ മൂവരെയും വിദ്യാഭ്യാസം ചെയ്യിച്ചത്, നിങ്ങൾക്ക് വേണ്ടതൊക്കെ തന്നത്, നിങ്ങൾക്ക് മൂവർക്കും ഇഷ്ടപ്പെട്ട ബന്ധമുണ്ടാക്കി തന്നത് ഒക്കെ ഇവൾ പറഞ്ഞിട്ടാ. അതിനുവേണ്ടി ഇവൾ ഉണ്ടാക്കിയതും ഞാൻ ഉണ്ടാക്കിയതുമായ എല്ലാ പണവും ചെലവഴിക്കുകയും ചെയ്തു. നിങ്ങൾക്കാർക്കും അതിലൊന്നും പരാതിയില്ലല്ലോ, ഉണ്ടോ? അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മക്കൾക്കെന്നല്ല മണിയമ്മയ്ക്ക് പോലും മനസ്സിലായില്ല. അവൾക്കായി അവളൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അവൾ വന്ന നാൾ മുതൽ തയ്ച്ചുണ്ടാക്കിയ പണം, അതും കൂടിയാണ് ഈ വീടും പറമ്പും. നിങ്ങളെ വളർത്തിയതും നിങ്ങളുടെ ഇഷ്ടങ്ങളെല്ലാം സാധിച്ചു തന്നതിനും ആ അധ്വാനത്തിനും ആ പണത്തിനും പങ്കുണ്ട്, അയാൾ ദൃഢസ്വരത്തിൽ പറഞ്ഞു. അവൾ അധ്വാനിച്ചുണ്ടാക്കിയ പണത്തിന് അവൾ കണക്ക് സൂക്ഷിച്ചിട്ടില്ല. മുഴുവൻ എൻ്റെ കയ്യിൽ തന്നു. എത്ര തന്നു എന്ന് ഞാനും കണക്ക് സൂക്ഷിച്ചിട്ടില്ല. എങ്കിലും അന്നു മുതൽ മൂല്യം കൂട്ടി നോക്കിയാൽ ഒരുപാട് ലക്ഷങ്ങൾ വരും. ദീപു അന്താളിച്ചു. അച്ഛൻ പറയുന്നതെന്താണ് എന്ന് അവൻ ഇപ്പോഴും മനസ്സിലായില്ല. അച്യുതൻകുട്ടി പരിഹാസ്യോടെ ചെറുതായി ചിരിച്ചു. ഈ കണക്ക് നിനക്ക് മനസ്സിലാകില്ലടാ, ആർക്കും മനസ്സിലാകില്ല. ഇത് ഞാൻ മാത്രം കൂട്ടിക്കിഴിച്ച കണക്കാ. അയാൾ മണിയമ്മയുടെ അടുത്ത് ചെന്ന് നിന്നു. ഇവൾ എന്നോട് ഒറ്റ കാര്യമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അവളുടെ സഹോദരൻ പണത്തിനായി അലയുന്നത് കണ്ടപ്പോൾ നമുക്ക് സഹായിക്കാൻ കഴിയുമോ എന്ന്. അവളുടെ സങ്കടം ഞാൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാടാ അറിയുന്നേ? അച്യുതൻകുട്ടിയുടെ ശബ്ദം അല്പം കൂടി ഉയർന്നു. പറക്ക പറ്റിയപ്പോൾ എൻ്റെ 3 മക്കളും പറന്നുപോയി. പക്ഷേ ഞാനും മണിയും പരസ്പരം സങ്കടവും സന്തോഷവും പങ്കുവെച്ച് ജീവിച്ചവരാ. അവൾ കൂടി കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ വീടും പറമ്പും ഞാനങ്ങ് പണയം വെച്ചു. 7 ലക്ഷം രൂപ വാങ്ങി അവളുടെ സഹോദരന് കൊടുത്തു. അതെന്താ ഇത്ര വലിയ തെറ്റായി പോയോ? പ്രിയ രൂക്ഷമായി ദീപുവിനെ നോക്കി. അവൻ മിണ്ടുന്നില്ല. വേണു മരിക്കുന്ന മാസം വരെ കുടിശ്ശികയില്ലാതെ അടച്ചു. അവൻ ജീവിച്ചിരുന്നെങ്കിൽ ബാക്കി കൂടി അടയ്ക്കുമായിരുന്നു. എന്നാ പറയാൻ ആള് പോയില്ലേ? അച്യുതൻകുട്ടി അക്ഷോഭ്യനായി പറഞ്ഞു. നിങ്ങളുടെ അമ്മയുടെ ആവശ്യപ്രകാരം ഞാൻ വരുത്തിയ കടമാണിത്. നിനക്ക് ഈ കടം വീട്ടാൻ പറ്റുമോ? ദീപുവിൻ്റെ നേർക്കായിരുന്നു ചോദ്യം. അവൻ അന്താളിച്ചു നിന്നു. വീട്ടിയാൽ 2 സെൻറ്റ് സ്ഥലം നിന്റെ പേർക്ക് ഇപ്പോഴേ എഴുതി തന്നേക്കാം. വെറുതെ വേണ്ട, പറ്റുമെങ്കിൽ ഇപ്പോൾ പറയണം. ദീപു ഒന്നും മറുപടി പറഞ്ഞില്ല. നിനക്ക് വീട്ടാൻ പറ്റുമോടി? ജ്യോതിയുടെ നേർക്ക് ചോദ്യം വീണു. പിന്നെ അച്ഛനും അമ്മയും കൂടി കണ്ടോർക്ക് വേണ്ടി വരുത്തിയ കടം വീട്ടാനിരിക്കുകയല്ലേ ഞാൻ? അവൾ ചൊടിച്ചു. ഇതാണ് കാര്യം. ഞാൻ ഇത്രയും സമയം പറഞ്ഞതെന്താണെന്ന് എൻ്റെ 2 മക്കൾക്ക് മനസ്സിലായില്ല. 10 രൂപ പോലും ഇക്കാര്യത്തിൽ മുടക്കാനും നിങ്ങൾ തയ്യാറല്ല. അച്യുതൻകുട്ടി മക്കളുടെ 2 പേരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. ഇല്ല എന്ന ഉറപ്പ് 2 മുഖങ്ങളിലും അയാൾ കണ്ടു. ശരി, നിങ്ങൾ മുടക്കണ്ട, നിങ്ങൾ അടയ്ക്കണ്ട. അടയ്ക്കാൻ ബാധ്യതയില്ലാത്ത കടത്തെപ്പറ്റി നിങ്ങൾ അന്വേഷിക്കുകയും വേണ്ട. അച്ഛാ, പിന്നെ? ദീപു പറയാൻ ശ്രമിച്ചു. മിണ്ടരുത്. അച്യുതൻകുട്ടി ചൂണ്ടുവിരൽ ചുണ്ടിൽ മുട്ടിച്ചു. നിങ്ങളുടെ അമ്മ ആഹാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പോയി കഴിച്ചിട്ട് സുഖമായി കിടന്നുറങ്ങുക. ഈ കടം എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ്. അത് വീട്ടാൻ എനിക്കറിയാം. മണിയമ്മ ഏങ്ങിപ്പൊട്ടിപ്പോയി. താൻ കാരണമാണല്ലോ ഇന്ന് ഇങ്ങനെയൊരു വഴക്ക് ഈ വീട്ടിൽ അച്ഛനും മക്കളും തമ്മിലുണ്ടായത് എന്ന സങ്കടമായിരുന്നു അത്. ഇതിനുമീതെ അച്യുതൻകുട്ടിയുടെ സ്നേഹസ്വാതന്ത്ര്യം കൂടിയായപ്പോൾ അവരുടെ നിയന്ത്രണം വിട്ടുപോയതാണ്. അയാൾ അതറിഞ്ഞു. അവരുടെ തോളിൽ മെല്ലെ തട്ടിക്കൊണ്ട് അച്യുതൻകുട്ടി പറഞ്ഞു. വീട്ടാൻ പറ്റാത്തത്ര കടമൊന്നും അച്യുതൻകുട്ടി വരുത്തി വെക്കുകയല്ലടി മണി, അയാൾ പറഞ്ഞു. പിന്നെ ഇത്രയും നാൾ ഇത് അടയ്ക്കാതിരുന്നത് എന്തിനാന്നോ? മക്കൾ മക്കൾ എന്ന് പറഞ്ഞ് എപ്പോഴും കണ്ണീരൊഴുക്കുമല്ലേ നീ? കണ്ടില്ലേ, നിന്റെ കൂടി പണമാണെന്ന് പറഞ്ഞിട്ടും ശമ്പളക്കാരായ മക്കളുടെ നിലപാട്. ഇതറിയാനായിരുന്നു, നിനക്കും മനസ്സിലാക്കി തരാനായിരുന്നു. ഇപ്പോൾ തൃപ്തിയായില്ലേ? പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ ധൈര്യം ചോർന്നതുപോലെ അച്യുതൻകുട്ടിയുടെ സ്വരവും തെല്ലു പതറി.
അത് പക്ഷേ മറച്ചുകൊണ്ട് അയാൾ വേഗം തൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി. ഇടിയും മിന്നലും മഴയും ഒരുമിച്ച് നിലച്ചതുപോലൊരു നിശബ്ദത ഹാളിൽ നിന്നവരെ ആകെ പൊതിഞ്ഞു പിടിച്ചു. മോളെ, വെളുപ്പിന് അടുക്കളയിൽ തന്നെ സഹായിച്ചു കൊണ്ടിരുന്ന പ്രഭയെ മണിയമ്മ അലിവോടെ നോക്കി. ദോശക്കല്ലിലേക്ക് മാവ് കോരിയൊഴുക്കിയായിരുന്നു പ്രഭ. വല്ലാത്ത സങ്കടമുണ്ട് അവൾക്ക്. അവൾ തിരിഞ്ഞു നോക്കി. നിനക്ക് ആ മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റലിൽ ഒരു റൂമോ ബെഡോ അന്വേഷിച്ചാൽ കിട്ടുകയില്ലേ മോളെ? എന്തിനാ മണിയാൻറ്റി? പ്രഭ അമ്പരപ്പോടെ ചോദിച്ചു. പ്രിയയ്ക്കും ജ്യോതിക്കും അല്ലെങ്കിൽ തന്നെ നിന്നെ കണ്ടുകൂടാ. ഇപ്പോൾ ഇതോടായതോടെ അവരിനി നിനക്ക് സ്വൈര്യം തരില്ല കുഞ്ഞെ. അതാ ഞാൻ പറഞ്ഞത്. പ്രഭ അല്പസമയം മണിയമ്മയെ തന്നെ നോക്കി നിന്നു. അവരുടെ ഉള്ളിലെ പേടിയും സങ്കടവും മുഴുവൻ പ്രഭയ്ക്ക് മനസ്സിലായി. ഞാനൊന്ന് അന്വേഷിക്കാം മണിയാൻറ്റി. അന്വേഷിച്ചാൽ അവിടെ ഒരു ബെഡ് കിട്ടാതിരിക്കില്ല. ഡോർമെട്രി ആണെന്നേ ഉള്ളൂ. എന്നാലും സാരമില്ല. പ്രഭ അങ്ങനെ പറഞ്ഞുകൊണ്ട് ദോശ മറച്ചിട്ട് കൊടുത്തു. അപ്പോഴാണ് പ്രിയയുടെ വരവ്. ദീപുവിന് കൊടുക്കാനായി കട്ടൻ കാപ്പി എടുക്കാൻ വന്നതാണവൾ. ഒരു കപ്പിലേക്ക് സോസ്പാനിൽ വെച്ചിരുന്ന ചൂട് കാപ്പി പകർന്ന് തിരികെ വന്നുകൊണ്ട് പ്രഭയ്ക്കരികിലെത്തി. മണിയമ്മ കൂടി കേൾക്കാനായി അവർ പറഞ്ഞു. ഈ കുടുംബം നശിപ്പിക്കാനായിട്ട് നീ വന്നു. പക്ഷേ ചാകുന്നതിന് മുമ്പ് നിന്റെ അച്ഛനും ചെയ്യാവുന്നതൊക്കെ ചെയ്തിട്ടാ പോയതെന്ന് ഇപ്പോഴാ മനസ്സിലായത്. പ്രഭ ശബ്ദിച്ചില്ല. എൻ്റെയും എൻ്റെ കുഞ്ഞിൻ്റെയും കണ്ണീരാടി നീ ഒരു കാലത്തും ഗുണം പിടിക്കുകയല്ല. പ്രിയ വീണ്ടും പറഞ്ഞു. ഈ വെളുപ്പാങ്കാലത്ത് നീ എഴുന്നേറ്റ് വന്നത് ഇവളെ പ്രാകാനാണോ പ്രിയേ? മണിയമ്മ ചോദിച്ചു. അമ്മ കൂടുതലൊന്നും പറയണ്ട. പ്രിയയുടെ മുഖം കറുത്തു. എന്നോടും ദീപേട്ടനോടും അച്ഛനും അമ്മയ്ക്കും എന്നും പോരാ. അതുകൊണ്ടാണ് ഞങ്ങളോട് പോലും പറയാതെ അച്ഛനെ കൊണ്ട് അമ്മ ആങ്ങളയുടെ കുടുംബം നന്നാക്കാൻ കൊടുത്തത്. പ്രിയ അമർഷത്തോടെ പറഞ്ഞു. എന്നിട്ടിപ്പം ആങ്ങളെയും കുടുംബവും എവിടെ? കൊടുത്ത കാശെവിടെ? ഇതുകൊണ്ടൊന്നും തീർന്നില്ലമ്മേ. അമ്മ ഇനി അനുഭവിക്കാനിരിക്കുന്നതേയുള്ളൂ. പ്രിയ പുറത്തേക്കിറങ്ങി. മണിയമ്മയും പ്രഭയും നിസ്സഹായതയോടെ പരസ്പരം നോക്കി. പ്രഭ കണക്ക് കൂട്ടി. ഇനി ജ്യോതി ആൻറ്റിയുടെ വകയും ഉണ്ടാവും. അത് ഇതിലും ഡിഗ്രി കൂടിയതായിരിക്കും. ആ സങ്കടത്തോടെയാണ് അവൾ ഒരുങ്ങി കോളേജിലേക്ക് പോയതും. ക്ലാസ്സിലിരുന്നിട്ടും അവൾ അസ്വസ്ഥയായിരുന്നു. വൈകുന്നേരം ഇറങ്ങുമ്പോഴാണ് അവളുടെ മൊബൈൽ അടിച്ചത്. രശ്മിയാണ് വിളിച്ചത്. അവൾ ഹോസ്റ്റലിലാണെങ്കിലും മിക്കപ്പോഴും വിളിക്കും. ഇന്ന് കോൾ വന്നപ്പോൾ പ്രഭയ്ക്ക് വല്ലാത്തൊരാശ്വാസമായിരുന്നു. അക്വേഷോ മരങ്ങളുടെ നിഴൽ പറ്റി റോഡിലേക്ക് ഇറങ്ങുന്നതിനിടയിൽ അവൾ കോൾ അറ്റൻഡ് ചെയ്തു. നിന്റെ ക്ലാസ് കഴിഞ്ഞോടാ? രശ്മിയുടെ ഉത്സാഹസ്വരം. ക്ലാസ് കഴിഞ്ഞു. ബസ് സ്റ്റോപ്പിലേക്ക് ഇറങ്ങുക രശ്മി, പ്രഭ പറഞ്ഞു. അവളുടെ സ്വരത്തിലെ ക്ഷീണവും പതർച്ചയും രശ്മി ആ സ്വരത്തിലൂടെ തൊട്ടറിഞ്ഞു. നിനക്കെന്ത് പറ്റിയടാ? വല്ലാതിരിക്കുന്നല്ലോ നിന്റെ ശബ്ദം. പ്രഭ സ്വയം അറിയാതെ വിങ്ങിപ്പൊട്ടി. എങ്കിലും തലേന്ന് മുതൽ സംഭവിച്ചത് അത്രയും അവൾ ചുരുക്കി പറഞ്ഞു. അച്ഛൻ്റെയും അമ്മയുടെയും അക്കൗണ്ടിലുള്ള തുകയെടുത്ത് ആ കടം വീട്ടാൻ ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാ രശ്മി. അച്ഛൻ മാമ ഇതുവരെ ചെയ്തില്ല. പ്രഭയ്ക്ക് സങ്കടം വന്നു. മേടിച്ച കടം വീട്ടിയിട്ടുമില്ല. അച്ഛനും പോയി, ആ കാറും പോയി. അതെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് വിറ്റിട്ടെങ്കിലും. അന്നിടിച്ച ആ കാറ് പോലീസ് സ്റ്റേഷനിലില്ലായിരുന്നോ കൃഷ്ണേ? അതെ, എനിക്കറിയില്ലടാ. അതൊന്നും കാണാനുള്ള ശക്തി എനിക്കില്ല. അന്ന് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ കണ്ടതാ, പിന്നെ കണ്ടിട്ടേയില്ല. ഞാനൊരു കാര്യം പറയാം കൃഷ്ണേ, നടക്കുമോ എന്നറിയില്ല. രശ്മി ആലോചനയോടെ പറഞ്ഞു. എന്താടാ? പ്രഭ ആശയോടെ ചോദിച്ചു. ജോയിയുടെ ഫാദറിന് യൂസ്ഡ് കാറിൻ്റെ ബിസിനസ് അല്ലേ? പോലീസ് സ്റ്റേഷനിൽ ചെന്ന ആ കാറൊന്ന് നോക്കാൻ പറഞ്ഞാലോ? 10-11 ലക്ഷം രൂപ മുടക്കുള്ള കാറല്ലേ? ഇടിച്ചു വല്ലാണ്ട് ചുളുങ്ങിപ്പോയെങ്കിലും ആക്രി വിലയെങ്കിലും കിട്ടാണ്ടിരിക്കുവോടാ? അവൻ്റെ പപ്പ വിചാരിച്ചാൽ ചിലപ്പോൾ കാര്യം നടന്നേക്കും. നടക്കുമോ രശ്മി? പ്രഭയ്ക്ക് ഒരു പിടിവള്ളി കിട്ടിയ ആശ്വാസമായി. നീ വിഷമിക്കാതെ, അവനെ ഒന്ന് വിളിക്കാം. അവൻ അവൻ്റെ പപ്പയെ നിർബന്ധിച്ച് എന്തേലും ചെയ്യുമെടാ. നീ ധൈര്യമായിട്ടിരിക്കെ. പ്രഭയ്ക്ക് വല്ലാത്തൊരാശ്വാസം തോന്നി. എല്ലാ സങ്കടങ്ങളുടെയും അങ്ങേയറ്റത്ത് തനിക്ക് സ്വാതന്ത്ര്യമായി അച്ഛനും അമ്മയും എത്തുന്നുണ്ട്. കോൾ കട്ടാക്കുമ്പോൾ അവർ ബസ് സ്റ്റോപ്പിലെത്തിയിരുന്നു. താൻ മടങ്ങിപ്പോകുന്ന വഴിക്കാണ് പോലീസ് സ്റ്റേഷൻ. ആ കാറിനെ കുറിച്ച് ഓർക്കാതിരിക്കാനാണ് എന്നും ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ പോയിട്ടില്ല. ഇപ്പോൾ അവൾക്ക് തോന്നി ഒരു പിടിവള്ളി പോലെ കിടക്കുന്ന ആ കാർ ഒന്ന് കാണണമെന്ന്. എന്നിട്ട് അച്ഛമ്മയുടെ വിവരം പറയാം. രശ്മി പറഞ്ഞതുപോലെ കുറച്ച് പണമെങ്കിലും കിട്ടിയാൽ അത്രയും ആയല്ലോ. പ്രഭ ധൈര്യം സംഭരിച്ചു. താൻ ഇനി തളർന്നാൽ പറ്റില്ല. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അവൾ ഓട്ടോറിക്ഷ പിടിച്ച് പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലിറങ്ങി. മെഡിക്കൽ സ്റ്റുഡൻസ് പല ആക്സിഡൻറ്റ് കേസുകളിലുമൊക്കെ പോലീസ് സ്റ്റേഷനിൽ ചിലപ്പോൾ ചെല്ലാറുണ്ട്. അവളുടെ കൈത്തണ്ടിയിൽ
വെള്ള കോട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആരും ശ്രദ്ധിച്ചില്ല. പ്രഭ നേരെ സ്റ്റേഷൻ്റെ പിൻഭാഗത്തേക്ക് നീങ്ങി. സന്ധ്യയും മരിച്ച ഇടയ്ക്ക് വണ്ടി തിരിച്ചറിയാനും മറ്റുമായി അച്യുതൻകുട്ടിയോടൊപ്പം അവൾ പോയിരുന്നു. അന്ന് കണ്ടതാണ് സ്റ്റേഷൻ്റെ പിൻഭാഗത്ത് ആ കാർ. ധൈര്യം സംഭരിച്ചെങ്കിലും അച്ഛൻ്റെയും അമ്മയുടെ ഓർമ്മകൾ അവളെ വല്ലാതെ ചൂഴ്ന്നു പിടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നിലെത്തിയപ്പോൾ അവൾ നടുങ്ങിപ്പോയി. ഇടിച്ച് ചുളുങ്ങിക്കിടന്നിരുന്ന ആ ഇന്നോവ കാർ കിടന്നിടം ശൂന്യം. പ്രഭ ഒരു ഓട്ടോറിക്ഷയിൽ കയറി പുതിയോട്ടേക്ക് പായുകയായിരുന്നു. അച്യുതൻകുട്ടി മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു. മുറ്റത്തരികിൽ നിൽക്കുന്ന കവുങ്ങിൽ പടർന്നു കയറിയ കുരുമുളക് വള്ളിയിൽ നിന്ന് മുളക് പറിക്കുകയാണ്. അച്ചുമാമി. മുറ്റത്ത് വന്നു നിന്ന ഓട്ടോറിക്ഷയിൽ നിന്നും പകപ്പോടെ ഇറങ്ങിയ പ്രഭ അച്യുതൻകുട്ടിയുടെ അടുത്തേക്ക് ചെന്നു. ആ പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ കാറില്ല അച്ചുമാമി, അവൾ കിതപ്പോടെ പറഞ്ഞു. നമ്മുടെ കാറോ? അച്യുതൻകുട്ടി ചോദിച്ചു. അതെ, അച്ഛൻ്റെ അന്ന് ആക്സിഡൻറ്റിൽ തകർന്ന അത് പോലീസ് സ്റ്റേഷനിലല്ലായിരുന്നോ? ഞാൻ ഇന്ന് ചെന്ന് നോക്കിയപ്പോൾ കണ്ടില്ല. അത് പോലീസ് സ്റ്റേഷനിലായിരുന്നെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? അച്യുതൻകുട്ടി ചിരിച്ചു. പിന്നെ നീ വാ. അച്യുതൻകുട്ടി അവളെയും കൂട്ടി വീട്ടിനുള്ളിലേക്ക് കയറി. തൻ്റെ മുറിയിലെത്തി മേശ തുറന്ന് അതിൽ നിന്നും ബാങ്കിൻ്റെ ഒരു രസീതെടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു. ബാങ്ക് ലോൺ ക്ലോസ് ചെയ്ത രസീതായിരുന്നു അത്. ഇന്നത്തെ ഡേറ്റ്. ഞാൻ ആ കാറ് നന്നാക്കി വിറ്റായിരുന്നു മോളെ. ഇന്ന് ലോൺ ക്ലോസ് ചെയ്യുകയും ചെയ്തു. പ്രഭയ്ക്കൊന്നും മനസ്സിലായില്ല. 7,78,350 രൂപ അടച്ചതിൻ്റെ രസീത്. പ്രഭ ആ തുക ശ്രദ്ധിച്ചു. ഇത്രയും രൂപ എവിടെ നിന്ന് കിട്ടി അച്ചുമാമേ? അവൾ വല്ലാതെ അമ്പരന്നു. അച്യുതൻകുട്ടിയുടെ മുഖത്ത് ചിരി തന്നെയായിരുന്നു. അച്ചുമാമ ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ? ബ്ലേഡ് പലിശക്കാരിൽ നിന്നോ മറ്റോ വാങ്ങിയതാണോ? അവൾ ആശങ്കപ്പെട്ടു. ഇപ്പോൾ ഇത്രയും രൂപ ഏതേലും ബ്ലേഡ് പലിശക്കാരൻ തരുമോടി? തരണമെങ്കിൽ വീടും പറമ്പും ഞാൻ അങ്ങോട്ട് തീരെഴുതി കൊടുക്കേണ്ടി വരത്തില്ലേ? പിന്നെ പണം ഒരു തരത്തിൽ പറഞ്ഞാൽ നിൻ്റേത് തന്നെയാ. കുറച്ച് എൻ്റേതുമുണ്ടെന്ന് വെച്ചു. എന്തിനാ അവളെ മറയ്ക്കുന്നേ? മണിയമ്മ മുറിക്കുള്ളിലേക്ക് കയറി വന്നു. അച്ചുവേട്ടൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആ കാർ ഷോറൂമിലേക്കോ മറ്റോ മാറ്റിയിരുന്നു മോളെ. അവർ പറഞ്ഞു ആ കാർ വിറ്റു, കുറേ രൂപ കിട്ടി. ആ കാർ വിറ്റെന്നോ? അതിടിച്ച വണ്ടിയല്ലേ? ആക്രി വില പോലും കിട്ടില്ലെന്ന് അന്ന് അനില കൊച്ചച്ചൻ പറഞ്ഞതല്ലേ? ബാധ്യതയൊന്നും ഏറ്റെടുക്കാൻ പറ്റാത്തവർക്ക് എന്തു പറഞ്ഞും കൈ കഴുകാം മോളെ, അത്രയുള്ളൂ. അച്യുതൻകുട്ടി പറഞ്ഞു. ഞാൻ പിന്നീട് ചെന്ന് വണ്ടി കണ്ടു. വണ്ടിക്ക് കേട് പറ്റിയില്ല എന്ന് പറഞ്ഞുകൂടാ. വണ്ടി വെട്ടിച്ചു ചെന്നതുകൊണ്ട് സൂപ്പർ ഫാസ്റ്റ് തട്ടിയത് വേണു ഇരുന്ന ഭാഗത്ത് തന്നെയാ. ആ ഭാഗമാണ് വെട്ടിപ്പൊളിച്ചതും. പക്ഷേ എഞ്ചിന് കാര്യമായി തകരാറുണ്ടായിരുന്നില്ലായിരുന്നു. ഞാൻ ആ വണ്ടി ഷോറൂമിലേക്ക് മാറ്റിയിട്ട് അത് നന്നാക്കി കിട്ടുമോ എന്നറിയാൻ കമ്പനിയുമായി കുറേ യുദ്ധം നടത്തി നോക്കി. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പോലീസ് റിപ്പോർട്ടും ഒക്കെ നമ്മുടെ പരിധിക്കപ്പുറത്തായി പോയി. അതുകൊണ്ട് അതൊന്നും നടന്നില്ല. പ്രഭയുടെ മുഖത്തെ ഉത്കണ്ഠ ശ്രദ്ധിച്ചതോടെ അച്യുതൻകുട്ടി തുടർന്നു. അവസാനം ഷോറൂമുകാർ അത് വിറ്റു തരാമെന്നേറ്റു. എനിക്കറിയാവുന്ന ഒരു പയ്യൻ അവിടെ ഉള്ളതുകൊണ്ട് അവൻ പലരോടും പറഞ്ഞു. 3.5ഉം 4ഉം ഒക്കെ കിട്ടൂ എന്നായി. ഞാൻ ബലം പിടിച്ച് നിന്നു മോളെ. വിട്ടുകൊടുത്താൽ പോയില്ലേ? 5 ലക്ഷം എങ്കിലും കിട്ടണമെന്ന് ഞാൻ പറഞ്ഞു. ഇന്ന് അത് കച്ചവടമായി 4.5 ലക്ഷത്തിന്. 4.5 ലക്ഷമോ? അത്രയും കിട്ടിയോ? പ്രഭയ്ക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ബാങ്കിലുള്ള ബാക്കി പണവും നിന്റെ അമ്മയുടെ ആഭരണവും എടുത്ത് ഉള്ളതത്രയും അടയ്ക്കാൻ നീ പലവട്ടം പറഞ്ഞതാ. പക്ഷേ നിന്റെ അമ്മയുടെ ശവശരീരത്തിൽ നിന്നും ഊരിയെടുത്ത ആഭരണങ്ങൾ എനിക്ക് വിൽക്കാൻ കഴിയുന്നില്ല മോളെ, അയാൾ നിസ്സഹായതയോടെ പറഞ്ഞു. അയാൾ തുടർന്നു. കാർ വാങ്ങാനായി 1 ലക്ഷം രൂപയുടെ ഒരു ചിട്ടിയിൽ ഞാൻ ചേർന്നായിരുന്നു. 1 ലക്ഷം കൊണ്ടിപ്പോൾ കാർ വാങ്ങാൻ പറ്റുമോ? 1 ലക്ഷത്തിൻ്റെ കൂടെ ചേർന്നു. ഭാഗ്യത്തിന് കഴിഞ്ഞ മാസവും ഈ മാസവുമായി രണ്ടും എനിക്ക് പിടിക്കാൻ കഴിഞ്ഞു. അതിൻ്റെ പണവും മേടിച്ച് ചിട്ടി ഓഫീസിൽ നിന്ന് ഇന്നലെ വരുമ്പോഴാണ് ഇവിടുത്തെ ബഹളം. ഞാനും ഭയന്നുപോയി. നീ നേരുള്ള കുട്ടിയാ മോളെ. അതാ ഞാൻ ഇന്ന് ഷോറൂമിലേക്ക് വിളിച്ചപ്പോൾ ലാസ്റ്റ് വില 4.5 ലക്ഷം അയാൾ പറഞ്ഞത്. പിന്നൊന്നും നോക്കിയില്ല, ചെന്നു. എഗ്രിമെൻ്റ് എഴുതി പണം വാങ്ങി. ചിട്ടി കിട്ടിയ പണം എടുത്തു. പോരാത്തത് തപ്പിപ്പെറുക്കി ഉണ്ടാക്കി. ലോൺ ക്ലോസാക്കി. വണ്ടിയുടെ RC ബുക്കും കൊടുത്ത് നീയുടെ ഒരൊപ്പിട്ട് കൊടുത്ത പ്രശ്നം തീർന്നു. അതിനവരെ ഇങ്ങോട്ട് വരുന്നല്ലേ പറഞ്ഞത്? മണിയമ്മ പറഞ്ഞു. ഇങ്ങോട്ട് വന്നോളും. അച്ഛൻ കുറേ പണം അടച്ചിട്ടും പിന്നെയും ഇങ്ങനെ 7 ലക്ഷത്തിന് മീതെ വന്നതെന്താ അച്ചുമാമേ? പ്രഭ രസീതിലെ തുക വീണ്ടും നോക്കി. ലോൺ എടുത്താൽ ഇങ്ങനെയാ മോളെ.
ആദ്യ തവണകൾ അടയ്ക്കുന്നതിൽ മുക്കാലും പലിശ ഇനത്തിലാണ് വകയിരുത്തുന്നത്. മുതലിൽ എത്തുകയുമില്ല. പിന്നെ 10 മാസത്തെ കുടിശ്ശിക, അതോടെ പലിശയും പലിശയുടെ പലിശയും. ലോൺ എടുക്കുന്നവർ മുടിയുന്നതെങ്ങനെയാ. പക്ഷേ പിള്ളേരറിയുന്നതിന് മുമ്പേ ഈ കടം തീർക്കണേന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. ഞാനും അങ്ങനെ കരുതിയത്. പക്ഷേ കഴിഞ്ഞില്ല, അച്യുതൻകുട്ടി പറഞ്ഞു. പക്ഷേ അറിഞ്ഞതും നന്നായി. മക്കളെ മനസ്സിലാക്കാൻ പറ്റിയല്ലോ. അച്ഛൻ അമ്മയ്ക്ക് കാറ് വാങ്ങണോ? പ്രഭ ചോദിച്ചു. വേണം. ചിട്ടിപ്പണം എടുത്തു മറിച്ചില്ലേ? ഞാൻ ചെക്കൊപ്പിട്ട് തരാം. ആ പണം പകരം എടുത്ത് കാർ വാങ്ങാലോ. കാർ വാങ്ങണം, പക്ഷേ ധൃതിയില്ല. മോളെ, പറ്റിയ കാർ വരട്ടെ, പണം അപ്പോൾ മതി. അതുവരെ നിന്റെ അക്കൗണ്ടിൽ തന്നെ കിടന്നോട്ടെ. പ്രഭയ്ക്ക് മനസ്സിലായി, സ്വന്തം മക്കളേക്കാൾ അച്ചുമാമ ഇപ്പോൾ തന്നെയാണ് വിശ്വസിക്കുന്നതെന്ന്. തിരികെ ഹാളിലേക്ക് ഇറങ്ങുമ്പോൾ അവൾക്ക് ഒരു നിശബ്ദത അനുഭവപ്പെട്ടു. ശില്പമോൾ ഉറക്കമാണോ മണിയാൻറ്റി? കുഞ്ഞിനെയും കൂട്ടി പ്രിയയും ദീപവും കൂടി പാമ്പാടിക്ക് പോയി, മണിയമ്മ പറഞ്ഞു. അവിടല്ലേ മജിസ്ട്രേറ്റ് സുമതി താമസിക്കുന്നത്? അച്യുതൻകുട്ടി പരിഹസിച്ചുകൊണ്ട് ഹാളിലേക്ക് വന്നു. ഞാൻ ഈ വീടും പറമ്പും പണയം വെച്ച് 7 ലക്ഷം രൂപ എടുത്ത കുറ്റം വിസ്തരിച്ച് ശിക്ഷിക്കാൻ പോയതാ. തൂക്കിക്കൊല്ലാനായിരിക്കും വിധി. തൂക്കിക്കൊല്ലാനോ? ആരെയാണച്ചാ? സ്കൂളിൽ നിന്ന് വന്ന ജ്യോതി അകത്തേക്ക് കയറിക്കൊണ്ട് ചോദിച്ചു. മക്കൾക്ക് മുമ്പിൽ ഇപ്പോൾ അച്ഛനും അമ്മയും കുറ്റവാളിയല്ലേ? ആർക്കു വേണമെങ്കിലും തൂക്കാൻ വിധിക്കാം, അയാൾ പറഞ്ഞു. ഇതാ നന്നായേ. ജ്യോതിക്ക് ദേഷ്യം വന്നു. അവൾ പ്രഭയെ ചൂണ്ടി. ഇവളും ഇവളുടെ തന്തയും കൂടിയാ ഇവിടെ നാശം ഉണ്ടാക്കി വെച്ചത്. അതിന് ഞാനെന്ത് പിഴച്ചു? ഞാനായിട്ട് ഇവിടെ ഒരു നാശവും ഉണ്ടാക്കിയിട്ടില്ല. പ്രഭ ജ്യോതിയോട് ആദ്യമായി ശബ്ദിച്ചു. അവളിൽ ഒരാത്മവിശ്വാസവും തൻ്റെ ഇടവും കൈവന്നിരുന്നു. എൻ്റെ അച്ഛൻ വരുത്തി വെച്ച കടം അത് ദേ വീട്ടിൽ കഴിഞ്ഞു. ദേ നോക്കാം. അപ്പോഴും കയ്യിലുണ്ടായിരുന്ന ആ രസീത് അവൾ ജ്യോതിക്ക് കാണിച്ചു കൊടുത്തു. ലോൺ അടച്ചോ? ഇത്ര പെട്ടെന്നോ? ജ്യോതി അമ്പരന്നു. എവിടെന്നാച്ചാ പണം? ബ്ലേഡ് പലിശയ്ക്ക് വാങ്ങിയോ? പണം എവിടെ നിന്നായാലെന്താ? നീ തന്നില്ലല്ലോ. പിന്നെ ഞാനതുണ്ടാക്കിയത് എങ്ങനെയാണെന്ന് നീ അറിയണ്ട, അച്യുതൻകുട്ടി കർക്കശമായി പറഞ്ഞു. ഓ, എന്നാ പിന്നെ പറയണ്ട. ജ്യോതി മൊബൈലിൻ്റെ ഹെഡ്സെറ്റ് ചെവിയിലേക്ക് തിരുകിക്കൊണ്ട് മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറി. എങ്ങനെയാ വീട്ടിയതെന്ന് ദീപുവിനോട് പറയണ്ട, അച്യുതൻകുട്ടി പറഞ്ഞു. പറഞ്ഞില്ലേല് പ്രിയ ഈ പെണ്ണിനോട് യുദ്ധം ചെയ്യും. ജ്യോതിയും കൂടും, മണിയമ്മ പറഞ്ഞു. അതൊന്നും സാരമില്ല മണിയാൻറ്റി, പ്രഭ പറഞ്ഞു. അവൾ അത്യധികം സന്തോഷത്തോടെ മുകളിലേക്ക് കയറി തൻ്റെ റൂമിലേക്ക്. റൂമിലുള്ള മേശയ്ക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ അവൾ കണ്ടു, ചില്ലില്ലാത്ത ഫ്രെയിമിനുള്ളിൽ അച്ഛനും അമ്മയും. അവൾ 2 കൈയും കൂപ്പി പിടിച്ചു. കണ്ണുകൾ ഒട്ടും നനഞ്ഞില്ല. നെഞ്ചിൽ സങ്കടവും വന്നില്ല. സന്തോഷമായിരുന്നു അവൾക്ക്. പോയിട്ടില്ല, എൻ്റെ കൂടെയുണ്ട് രണ്ടാളും, അവൾ പറഞ്ഞു. അത്യന്തം സങ്കടപ്പെടുന്ന ഏത് സമയത്തും ഒരു കൈത്താങ്ങായി കൂടെ തന്നെയുണ്ട്. അപ്പോഴാണ് അവൾ രശ്മിയെ ഓർത്തത്. അവൾ വേഗം മൊബൈലെടുത്തു. നീ ജോയെ വിളിച്ചോ രശ്മി? അവൾ ചോദിച്ചു. ഇല്ലടാ, ഞാൻ ഹോസ്റ്റൽ റൂമിലാ. രാത്രിയിൽ വിളിക്കാമെന്ന് കരുതി. വിശദമായി സംസാരിക്കണ്ടേ? വേണ്ടടാ, നീ ഇനി വിളിക്കണ്ട. അച്ഛമ്മ ആ ലോൺ അടച്ചു. എങ്ങനെ? സംഭവിച്ചതെല്ലാം വിവരിച്ചു പറഞ്ഞു. അപ്പോൾ നിന്റെ അമ്മയും അച്ഛനും നിനക്ക് വേണ്ടി ഒന്നും കരുതാതെയല്ല പോയത്, അല്ലേ മോളെ? രശ്മി ആർദ്രയായി. അവർ എനിക്ക് വേണ്ടി കരുതിയത് ആ പൊളിഞ്ഞ കാറോ ബാങ്ക് ബാലൻസോ ഒന്നുമല്ല രശ്മി. പിന്നെ അവർക്ക് രണ്ടാൾക്കും എന്നോടുള്ള മുഴുവൻ സ്നേഹവും കരുതലും പകർന്നു നൽകിക്കൊണ്ട് ഒരച്ഛനും അമ്മയും. അച്ഛനും മണിയാൻറ്റി. സങ്കടവും ആശ്വാസവും ഒരുപോലെ നെഞ്ചിൽ കെട്ടി വിങ്ങുന്ന സ്വരത്തിൽ അവൾ കൂട്ടിച്ചേർത്തു. അതുകൊണ്ട് തന്നെയാ പോകാൻ നേരം അവർ രണ്ടാളും കൂടി എന്നെ ഇവിടെ തന്നെ കൊണ്ടുവന്നാക്കിയിട്ട് പോയത്. നീ അതൊരിക്കലും മറക്കാതിരുന്നാൽ മതിയടാ, രശ്മി പറഞ്ഞു. രശ്മിയുടെ ആ വാക്കുകൾ ആർദ്ര നൊമ്പരമായി അവളെ പൊതിഞ്ഞു നിന്നു. ശനിയാഴ്ച പ്രഭ കോളേജിൽ നിന്ന് വൈകുന്നേരം എത്തുമ്പോൾ അവളുടെ മുറിക്കുള്ളിൽ നിന്നും മുഴുവൻ സാധനങ്ങളും വെളിയിലേക്ക് വലിച്ചെടുത്തിടുകയാണ് ജ്യോതി. ഇതെന്താ ചേച്ചി? പ്രഭ റൂമിൻ്റെ വാതിൽക്കിലേക്ക് ധൃതിയിൽ ചെന്നു. ഇതെന്തിനാ വെളിയിലേക്കിടുന്നത്? ഇത് പ്രീതേച്ചിയുടെ റൂമാ, ജ്യോതി പറഞ്ഞു. അതിനെന്താ? പ്രീതേച്ചി വരും. പ്രീതേച്ചിയുടെ പ്രസവം അവിടെ ആയിരുന്നല്ലോ. പ്രസവം അവിടെ കഴിഞ്ഞെന്ന് വെച്ചെന്താടി ഇങ്ങോട്ട് വരാൻ വിലക്കുണ്ടോ? ജ്യോതി ധാർഷ്ട്യത്തോടെ പറഞ്ഞു. നാളെ പ്രീതേച്ചിയും പിള്ളേരും അജയേട്ടനും വരും. നീ ഈ മുറിയിൽ മാറിയേ പറ്റൂ. പ്രീതേച്ചി ഉടനെ എങ്ങും വരില്ലെന്ന് കരുതി വന്നാൽ റൂം ഒഴിഞ്ഞുകൊടുത്തേ മതിയാവൂ. പ്രഭ താഴെ കിടന്ന ബുക്കുകളിലേക്കും തൻ്റെ ഡ്രസ്സുകളിലേക്കും ഒക്കെ നോക്കി. ഒക്കെ പെറുക്കി കെട്ടിവെച്ചോ, ജ്യോതി പറഞ്ഞു. നാളെയോ മറ്റന്നാളോ പോയാൽ മതി.
എങ്ങോട്ട്? പ്രഭ അമ്പരന്നു. നിന്നോട് ഹോസ്റ്റലിൽ റൂം നോക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അമ്മ പറഞ്ഞു. നീ അങ്ങോട്ട് പോയിക്കോ. ഞങ്ങൾക്കും അതാ നല്ലത്, ജ്യോതി നിഷ്കരണം പറഞ്ഞു. പ്രീതേച്ചി വരുമെന്ന് മണിയാൻറ്റിക്കും അറിയാമായിരുന്നോ? അതാണോ ഹോസ്റ്റലിൽ റൂം നോക്കാൻ പറഞ്ഞത്? അമ്പരപ്പോടെ അവൾ താഴേക്കിറങ്ങി. മണിയമ്മ കിച്ചണിലായിരുന്നു. പ്രീത വരുന്നുണ്ട് മോളെ, നീ അറിഞ്ഞോ? പ്രഭയെ കണ്ടപ്പോഴേ മണിയമ്മ പറഞ്ഞു. മിക്സിയിലിട്ട് കുറേ കുതിർത്ത അരി പൊടിച്ചെടുക്കുകയാണവർ. വളരെ ഉത്സാഹവതിയുമാണ്. 3 വർഷം മുമ്പാ അവളും അജയനും മൂത്ത കുഞ്ഞിനെയും കൊണ്ട് വന്നിട്ട് പോയത്. സുധമോൾക്ക് ഇപ്പോൾ 6 വയസ്സായി. ഇളയ കുഞ്ഞിനെ ഗർഭിണിയായപ്പോൾ ഞാൻ കരുതിയത് അവളിങ്ങോട്ട് വരുമെന്ന്. വന്നില്ല. അടുത്ത വർഷമേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പിന്നെ അജയൻ്റെ ഇളയ അനുജൻ്റെ കല്യാണം നിശ്ചയിക്കുക. പെട്ടെന്നായിരുന്നു തീരുമാനം. എന്നാൽ പിന്നെ നിശ്ചയവും കല്യാണവും കൂടിയിട്ട് പോകാമെന്നും പറഞ്ഞ് അജയൻ ലീവ് എടുത്തു. പ്രീതയാണെങ്കിൽ ഇങ്ങോട്ടൊന്ന് വരാൻ കൊതിച്ചിരിക്കുവല്ലേ. നാളെ വെളുപ്പിനെത്തും, മണിയമ്മ പറഞ്ഞു. പ്രഭ മിണ്ടുന്നില്ലെന്ന് കണ്ടാണവർ നോക്കിയത്. ജ്യോതി ചേച്ചി ആ മുറിന്ന് സാധനങ്ങൾ ഇറക്കുക, അവൾ പറഞ്ഞു. അവളുടെ ഒരു കാര്യം, നീ വന്നിട്ട് നീ തന്നെ എല്ലാം മാറ്റിത്തരുമെന്ന് ഞാൻ പറഞ്ഞതാ, മണിയമ്മ പറഞ്ഞു. പ്രഭയുടെ മുഖം മ്ലാനമായി. മണിയമ്മയുടെ മുഖത്തെ പ്രകാശവും കെട്ടു. ചെയ്യുന്ന പണി നിർത്തിയിട്ട് അവർ അവിടെ നോക്കി. നീ ഇവിടെ വരുമ്പോൾ ഇവിടെ ആരുമില്ലായിരുന്നു. ഈ വീട്ടിൽ ആൾതാമസമില്ലാത്ത പോലായിരുന്നു. പക്ഷേ ഇപ്പോൾ വീട് നിറച്ച ആളായി. എന്നതാ മോളെ ചെയ്യുന്നേ? നിസ്സഹായതയോടെ അവർ പറഞ്ഞു. അച്ചുവേട്ടനും അത് തന്നെയാ വിഷമം. അച്ചുമാമ എന്തിയെ? പ്രീത വരുന്നൂന്നറിഞ്ഞപ്പോഴേ എന്തൊക്കെയോ വാങ്ങാൻ ടൗണിലേക്ക് പോയി. 2 കുഞ്ഞുങ്ങളെയും കൊണ്ടല്ലേ അവൾ വരുന്നത്, മണിയമ്മ തുടർന്നു. നിന്നോട് ഹോസ്റ്റലിൽ റൂം കിട്ടുമോയെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചില്ലായിരുന്നോ? കിട്ടുമോ മോളെ? നിസ്സഹായതയുടെ പടുകുഴിയിൽ നിൽക്കുന്നത് പോലെ മണിയമ്മ ചോദിച്ചു. ഞാൻ ചോദിച്ചില്ല മണിയാൻറ്റി. അതേ അവസ്ഥയിൽ തന്നെ പ്രഭ മറുപടി പറഞ്ഞു. ചോദിച്ചില്ലേ? ഇനിയിപ്പോൾ മണിയമ്മയ്ക്ക് അന്താളിപ്പായി. പ്രഭ മണിയമ്മയ്ക്ക് മുഖം കൊടുക്കാതെ സിങ്കിലിട്ട് തൻ്റെ ടിഫിൻ ബോക്സ് കഴുകി തുടങ്ങി. 1 കപ്പ് ചായ എടുത്ത് അവൾക്ക് നീട്ടിക്കൊണ്ട് അലിവോടെ അവർ പറഞ്ഞു. നീ ചായ കുടിക്ക്. അവൾ ചായ കപ്പ് വാങ്ങി. നീ എന്താ റൂമുണ്ടോയെന്ന് ചോദിക്കാതിരുന്നേ? ലോൺ അടച്ചത് കൊണ്ടാണോ? അല്ല. പിന്നെ എനിക്കിവിടെ നിന്ന് പോകണ്ട മണിയാൻറ്റി. പ്രഭയ്ക്ക് കണ്ണു നിറഞ്ഞു. ഹോസ്റ്റലിൽ റൂം കിട്ടാഞ്ഞിട്ടല്ല, കിട്ടും. പക്ഷേ അവൾ വിങ്ങി. ഇതെൻ്റെ വീടായിട്ട് തന്നെയാ മണിയാൻറ്റി ഞാൻ കണക്കാക്കുന്നത്. ഇവിടെ നിന്നിറങ്ങിയ പിന്നെ ഞാൻ വീടില്ലാത്തവളായി പോകും. അച്ഛൻ മാമിയും മണിയാൻ്റെയും കണ്ടില്ലെങ്കിൽ പിന്നെ ഞാൻ വെറും അനാഥയായി പോകും. എനിക്കത് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാ മണിയാൻറ്റി. അവളുടെ മിഴികൾ തുളുമ്പി ഒഴുകി തുടങ്ങി. എൻ്റെ കുഞ്ഞെ, മണിയമ്മ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു. നിന്നെ എൻ്റെ അടുത്തുനിന്ന് വിടാൻ എനിക്ക് ഒട്ടും മനസ്സുണ്ടായിട്ടല്ലടി. പക്ഷേ എനിക്കറിയാം മണിയാൻറ്റി, പല മുറിയിൽ നിന്ന് നിന്നെ മാറ്റി. എനിക്കത് സങ്കടാ. ഇനിയിപ്പോൾ ഞാനും അച്ചുവേട്ടനും കിടക്കുന്ന മുറിയേ ഉള്ളൂ. അതൊന്നും വേണ്ട മണിയാൻറ്റി. പ്രഭ അവരെ പിന്നിൽ നിന്നും കെട്ടിപ്പിടിച്ചു. അവരുടെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് വെച്ചു. ദീപേട്ടൻ്റെ റൂമിൽ നിന്ന് അന്ന് എൻ്റെ അലമാരി ഇറക്കി വെച്ചത് വാരത്തിലല്ലേ? അവിടെ മണിയാൻറ്റി തുണി വെട്ടുന്ന ടേബിളും ഉണ്ട്. അത് അടച്ചുറപ്പുള്ള ഒരു മുറി തന്നെയാ. ഞാൻ അവിടെയോ? മണിയമ്മയുടെ മുഖത്ത് അരുതാഴിക നിറഞ്ഞു. അവിടെ ബാത്റൂം പോലും ഇല്ല. പൊതുവായിട്ടൊരു ബാത്റൂം ഹാളിലുണ്ടല്ലോ, അത് ഉപയോഗിക്കാണ്ട് കിടക്കുകയല്ലേ. ഞാനത് ഉപയോഗിച്ചോളാം. പ്രീതേച്ച് പോകുന്നത് വരെ മതിയല്ലോ. ആദ്യം അത് കേട്ടപ്പോൾ അച്യുതൻകുട്ടി എതിർത്തു. പക്ഷേ പ്രഭ അങ്ങനെ തന്നെ മതിയെന്ന് നിർബന്ധിച്ചതോടെ അയാളും സമ്മതിച്ചു. മക്കൾ ഓരോരുത്തരായി വരുമ്പോൾ പ്രഭയെ ഓരോ മുറിയിൽ നിന്ന് മാറ്റുന്നു. അയാൾക്കും അത് സങ്കടമാണ്. പക്ഷേ ചെയ്യാതെ പറ്റില്ലല്ലോ. എന്തായാലും ഈ വീട്ടിൽ നിന്ന് പോകേണ്ടി വരുന്നില്ലല്ലോ, അയാൾ ആശ്വസിച്ചു. അപ്പോൾ ഈ ബാധ ഇങ്ങനെ തന്നെ നിൽക്കും, ഒരിക്കലും ഒഴിയില്ല അല്ലേ? ജ്യോതി പ്രഭയെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു. ഇവിടെ എങ്ങാനും കിടന്നോട്ടെ, പ്രിയ പിറുപിറുത്തു. പ്രീതയും കൂടെ വരുമ്പോൾ അടുക്കളപ്പണി ഇരട്ടിയാ. അജയനാണെങ്കിൽ വറുത്തതും പൊരിച്ചതും ഇല്ലെങ്കിൽ ചോറിറങ്ങുകയില്ല. ഇവള് വേണമെങ്കിൽ ക്ലാസ്സിൽ പോകാണ്ട് അതൊക്കെ ചെയ്തോളും. പ്രഭ രണ്ടും കേട്ടു. 2 പേരോടും മറുപടി പറഞ്ഞില്ല. ഒരു ഉത്സവത്തിൻ്റെ ആരവം പോലെയാണ് പ്രീതയും അജയനും കുട്ടികളും പുതിയോട്ടെ വീട്ടിലേക്ക് എത്തിയത്. ആഹ്ലാദവും പൊട്ടിച്ചിരിയും കൊണ്ട് വീട് നിറഞ്ഞു തുളുമ്പി. ജ്യോതിയുടെ അത്രയും നിറമില്ല പ്രീതയ്ക്ക്. പക്ഷേ ജ്യോതിയേക്കാൾ ഐശ്വര്യവും സ്നേഹവും നിറഞ്ഞ മുഖമാണ്. സുധുമോൾ പ്രഭയോട് അടുപ്പം കാട്ടിയില്ല. പക്ഷേ 6 മാസമേ പ്രായമുള്ളൂ എങ്കിലും യദുമോൻ അവൾ കൈ നീട്ടിയപ്പോഴേ ചിരിച്ചു. കൈകാലുകൾ കുടഞ്ഞിളകി.
പ്രഭ കുഞ്ഞിനെ വാരിയെടുത്തു. ആരും കൈനീട്ടിയാൽ അത്ര പെട്ടെന്ന് ഇളകാത്തവതാ. പക്ഷേ പ്രഭയോട് പെട്ടെന്ന് ഇണങ്ങിയല്ലോ, പ്രീത ചിരിയോടെ പറഞ്ഞു. കഴിഞ്ഞ ലീവിന് വരുമ്പോൾ ഇവള് 10ാം ക്ലാസ്സിൽ പഠിക്കുവല്ലായിരുന്നോ? അജയിൻ്റെ മിഴികൾ പ്രഭയെ അടിമുടി ഒന്നടന്നു. ശരിയാ, വേണു മാമിയും സുധാൻ്റെയും കൂടെ അന്ന് നമ്മളെ പലവട്ടം വിളിച്ച് ഒന്നാന്തരം ഊണ് തന്നു. പ്രീതയുടെ മുഖത്ത് ആ ഓർമ്മ വേദനയോടെ ഒരു നിമിഷം നിന്നു. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അന്നിവള് ചെറിയ കുട്ടിയായിരുന്നു, ഇപ്പോൾ പെട്ടെന്ന് വളർന്നു. ഒരു 25 വയസ്സിൻ്റെ വളർച്ചയും പക്വതയും ഉണ്ട് അല്ലേ പ്രീതേ? അജയൻ പ്രീത പറഞ്ഞത് വകവയ്ക്കാതെ പ്രഭയെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു. ഓ, ഈ അജയേട്ടൻ്റെ ഒരു കാര്യം, അവളെ കണ്ണു വയ്ക്കാതെ. പ്രീത ശാസിച്ചു. ഞാൻ കണ്ണു വെക്കുന്നില്ല പ്രീതേ. അയാൾ വീണ്ടും ചിരിച്ചു. MBBS കഴിയട്ടെ, നമുക്കിവളെ ദുബായിക്ക് കൊണ്ടുപോകാം. അവിടെ ആകുമ്പോൾ ഇവൾക്ക് ബാക്കി സ്റ്റഡി ചെയ്യാം, നല്ല ഓപ്പർച്യൂണിറ്റീസുമുണ്ട്. അത് ആലോചിക്കാവുന്ന കാര്യം അജയ, അച്യുതൻകുട്ടി പറഞ്ഞു. മണിയമ്മയ്ക്കോ അത് സന്തോഷമായി. പക്ഷേ അജയൻ്റെ ചിരിക്കുള്ളിൽ ഒരു ഇര പതിയിരിക്കുന്നില്ലേ? അവൾ സംശയിച്ചു. അതുകൊണ്ട് തന്നെ യദുവിനെ കൊഞ്ചിക്കുന്ന ഭാവത്തിൽ അയാളുടെ കൺമുന്നിൽ നിന്ന് അവൾ പെട്ടെന്ന് മാറിക്കളഞ്ഞു. 3-ാം ദിവസം പ്രീതയും കുഞ്ഞുങ്ങളുമായി അജയൻ സ്വന്തം വീടായ മല്ലപ്പള്ളിയിലേക്ക് മടങ്ങി. അജയന് 2 അനുജന്മാരാണ്. നേരെ ഇളയ ആൾ വിവാഹിതനാണ്, തറവാട്ടിൽ താമസിക്കുന്നു. ഏറ്റവും ഇളയ അനുജൻ്റെ വിവാഹ നിശ്ചയമാണ് നടക്കാൻ പോകുന്നത്. ഞായറാഴ്ച വിവാഹ നിശ്ചയ ചടങ്ങിന് പുതിയോട്ട് നിന്ന് എല്ലാവരും പങ്കെടുത്തിരുന്നു. ദീപുവും ജയേഷും ഉൾപ്പെടെ. ചടങ്ങ് കഴിഞ്ഞ് അന്ന് തന്നെ എല്ലാവർക്കുമൊപ്പം അജയനും പ്രീതയും കുഞ്ഞുങ്ങളെയും കൊണ്ട് മടങ്ങി. ദീപു രാത്രി തന്നെ കോഴിക്കോട്ടേക്ക് മടങ്ങാനൊരുങ്ങി. നിൽക്കളിയ, അജയൻ തടഞ്ഞു. ഞാൻ കൊണ്ടുവന്ന ഫോറിനൊക്കെ നിങ്ങളുടെ വരാഞ്ഞിട്ട് പെട്ടിയിലിരുന്ന് താനേ പൊട്ടുവാ. ഇന്ന് നല്ലോണം ഒന്ന് ആഘോഷിച്ചിട്ട് നാളെ പോകാം, അതുപോരെ ജയ? അജയൻ ജയേഷിനോട് ചോദിച്ചു. ഞാൻ നാളെ രാവിലെയേ പോകുന്നുള്ളൂ, ജയേഷ് പറഞ്ഞു. ഒടുവിൽ ദീപവും വഴങ്ങി. അജയൻ 2-3 വർഷം കൂടുമ്പോൾ മാത്രം വരുന്ന ആളല്ലേ? അതോടെ മെനു തയ്യാറായി. അജയൻ തന്നെ പണം വാരിയിട്ടു. അച്യുതൻകുട്ടിയെയും കൂട്ടി മീനും ഇറച്ചിയും ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നു. അച്യുതൻകുട്ടിയും മണിയമ്മയും പ്രഭയും രാത്രിയായിട്ടും അടുക്കളയിൽ നിന്നു. പ്രിയയും ജ്യോതിയും സഹായിച്ചെന്ന് വരുത്തി. മുകളിൽ നല്ല മേളമാ, മണിയമ്മ പ്രഭയോട് പറഞ്ഞു. അവൾ പുഞ്ചിരിച്ചു. അത്താഴവും തീൻമേശയും വിഭവസമൃദ്ധവും ശബ്ദമുഖരിതവുമായിരുന്നു. അച്യുതൻകുട്ടിയെ മക്കൾക്കൊപ്പം മദ്യപിച്ചു. എല്ലാവരിലും ആഹ്ലാദം തുളുമ്പി നിന്നു. പതിവ് പോലെ വെളുപ്പിന് 4 മണിക്ക് തന്നെ പ്രഭ ഉണർന്നു. വാരത്തിൻ്റെ വാതിൽ തുറന്നിട്ടവൾ കിച്ചണിലൂടെ ഹാളിലെത്തി. ഹാളിൽ 0 ബൾബുമുണ്ട്. ബാത്റൂമിൻ്റെ വാതിലിൻ്റെ കുറ്റിയെടുത്തതും അവൾ അറിഞ്ഞു. തന്നെ ആരോ ചുറ്റിപ്പിടിച്ചിരിക്കുന്നു. അത് അജയനാണെന്നും അതേ നിമിഷം തന്നെ അവൾ അറിഞ്ഞു. അടുത്ത ഭാഗം നാളെ.